പയ്യാമണ്ണിലാണ് ക്വാറി അപകടം ഉണ്ടായത്. ഹിറ്റാച്ചിക്ക് മുകളിൽ പാറ വീണ് 2 പേർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം. മാന്തിയപ്പം മേളിൽ നിന്ന് ശക്തമായ പാറ ഇടിഞ്ഞ് ഇവരുടെ ദേഹത്ത് വീണത് ഈ വണ്ടിയുടെ മുകളിൽ വീണതായിട്ടാണ് കാണിച്ച് നമുക്കറിയാൻ പറ്റും. പിന്നെ ഇതിന് ലൈസൻസ് ഉണ്ടെന്ന് പറയുന്നു. ജിയോളജിക്കാരാണ് ലൈസൻസ് കൊടുക്കുന്നത്. തട്ടുകളായിട്ട് വഴി വെട്ടുകാരനാണെന്ന് ഇവിടെ ആൾക്കാർ പറയുന്നത്. അജയറായും മഹാദേവാണ് മരിച്ചതെന്ന് പറയാൻ ഒക്കത്തില്ല. ഇത് എടുത്ത് നീക്കം ചെയ്താൽ മാത്രമേ ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഹെൽപ്പറും. സംഭവ സ്ഥലത്ത് നിന്ന് ശ്രീരാജ് ബാബു ഉണ്ട്. നമുക്കിപ്പം ശ്രീരാജ്, ഫയർഫോഴ്സ് അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? തീർച്ചയായും ചെയ്തു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ അപകടം അറിഞ്ഞ് ഈ സംഭവ സ്ഥലത്ത് എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത് എന്നാണ്. കാരണം ഈ അപകടം സംഭവിച്ചതിന് ശേഷവും ഈ രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തിയതിന് ശേഷവും ഈ പാറ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ താഴേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി കൂടുതൽ വിശദമായ പരിശോധന നടത്തുകയാണ്, കാര്യമായ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ പാറ വീണ്ടും അവിടെ നിന്നും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനും സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ ഹിറ്റാച്ചിക്കുള്ളിൽ 2 ജീവനുകൾ ഇപ്പോഴുമുണ്ട്. ഈ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അതിലുള്ളത് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീഹാർ സ്വദേശിയും ഒറീസ സ്വദേശിയുമായ 2 ആളുകളാണ് നിലവിൽ അതിലുള്ളത്. അവരെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പേരെയും ഈ പാറ മുഴുവനും, ഹിറ്റാച്ചിയുടെ മുകളിൽ നിന്നും പാറ മുഴുവനും മാറ്റിയ ശേഷം മാത്രമേ അവരെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ നിലവിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിന് രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പാറ വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്കാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നതും അവിടേക്കാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും വലിയ പ്രതിഷേധം ഈ സംഭവത്തിന് പിന്നാലെ നാട്ടുകാരുടെ, പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം നിലവിൽ കോന്നി പഞ്ചായത്തിൽ തന്നെ ഏകദേശം 8ഓളം കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പലതും ഇത്തരത്തിൽ ലൈസൻസോ അനുമതിയോ മറ്റനുമതികളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന, നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഏറെക്കാലം മുന്നേ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ചെങ്കുളം കോറിക്കെതിരെയും കഴിഞ്ഞ കുറേയധികം നാളുകളായി പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധവും സമരവും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം കൂടി സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും പാറ പൊട്ടി വീഴുന്ന സാഹചര്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ പൊതുപ്രവർത്തകരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ കടുത്ത പ്രതിഷേധം പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഇവിടെ പലപ്പോഴും അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഇതിൻ്റെ രേഖകളെല്ലാം ഇവർ മറ്റ് പല സോഴ്സിലൂടെ സമ്പാദിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾ വളരെയധികം പ്രശ്നമാണ്. ഈ പാറമടയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ, അതോടൊപ്പം തന്നെ ആൾക്കാരുടെ കുടിവെള്ള സ്രോതസ്സിനൊക്കെ ആണെങ്കിലും വലിയ മോശം അവസ്ഥയിലാണ് ഇവിടുത്തെ പ്രദേശത്തെ ഒരു വാർഡ് മൊത്തം ആൾക്കാർ ഇതിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എല്ലാ അനുമതികളും ഇവർ നിയമപരമായി സമ്പാദിച്ചുകൊണ്ടാണ് മുന്നോട്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത്. ഇപ്പം തന്നെ ഇവിടെ ഈ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഫയർഫോഴ്സിന് പോലും അവിടെ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം അവിടെ മുകളിലിരിക്കുന്ന പാറ ഏത് നിമിഷവും താഴേക്ക് അടർന്നു വീഴുന്ന ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അവിടെ എന്തെങ്കിലും താഴെ JCB അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ മേളിലിരിക്കുന്ന പാറ താഴേക്ക് വീഴുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ട്. സേതു, അതാണ് വലിയ ആശങ്ക നിലവിൽ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഹിറ്റാച്ചി കിടക്കുന്നതിന് തൊട്ട് മുകളിലത്തെ ഭാഗം തന്നെയാണ് വീണ്ടും നിലവിൽ സേതു അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു ആദ്യം നടത്താൻ ശ്രമിച്ചതെങ്കിൽ പോലും അത് അതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ഇത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ ഈ വടം കെട്ടി താഴേക്ക് ഇറക്കാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം അവിടെ നിന്നാണ് ഇത്തരത്തിൽ വീണ്ടും പാറ വീണ്ടും പൊട്ടി താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ ഹിറ്റാച്ചി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഭാഗത്തേക്കായിരുന്നു ഈ വടം കെട്ടി ഇറക്കാനായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ അത് സാധിക്കുന്നില്ല. നിലവിൽ
ക്രെയിനുകളടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നത് വലിയ സംശയമുണ്ട്. ഇപ്പോൾ മറ്റൊരു ഹിറ്റാച്ചി ഈ അപകടം നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതവിടെ എത്തിച്ച് ഈ നിലവിൽ അവിടെ വീണ് കിടക്കുന്ന പാറകളടക്കം മാറ്റി കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലവിൽ കടക്കുന്നത്. അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഈ പാറ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് മാത്രമേ ഈ അതിൽ അതിൽ കുടുങ്ങിക്കിടക്കുന്ന 2 തൊഴിലാളികളെയും പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ക്രെയിനുകളടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ സേതു സൂചിപ്പിച്ചതുപോലെ വടം കെട്ടി ഇറങ്ങി ഉള്ള രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് പൂർണ്ണാർത്ഥത്തിൽ അത് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ഇപ്പോൾ നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മറ്റൊരു ഹിറ്റാച്ചി ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്. അതവിടെ എത്തിച്ച് ഈ പാറകൾ, നിലവിൽ അവിടെയുള്ള പാറകൾ മാറ്റി രക്ഷാപ്രവർത്തനം നടത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുള്ളത്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലുള്ള സ്ഥലമായതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ സങ്കീർണമാണ്. ഏറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തകരടക്കം കടന്നു പോകുന്നത്. ശ്രീരാജ് അവിടെ തന്നെ തുടരുക. ശ്രീരാജിലേക്ക് ഞാൻ വീണ്ടും മടങ്ങിയെത്താം.